ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ്. കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ വിജിത് കുമാർ. പ്രധാന വാർത്തകൾ. കൊച്ചിൻ കോർപ്പറേഷൻ ഓഫീസിലേക്ക് COA മാർച്ച്. പ്രതിഷേധം വിനോദ നികുതി ചുമത്തിയതിനെതിരെ. അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി പൊട്ടിക്കുവാനുള്ള ദേവസ്വം ബോർഡിന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ പ്രതിഷേധം. കുളത്തൂപ്പുഴയിൽ ഫയർഫോഴ്സ് യൂണിറ്റ് വേണമെന്ന ആവശ്യം ശക്തം. ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കം. വാർത്തകൾ വിശദമായി. കൊച്ചിൻ കോർപ്പറേഷൻ കേബിൾ TV ഉപഭോക്താക്കൾക്കുമേൽ വിനോദ നികുതി ചുമത്തിയതിൽ പ്രതിഷേധിച്ച് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു.
പ്രസ്ഥാനത്തെ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല. വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ടാഗോർ ഹാളിന് മുന്നിൽ നിന്നും തുടങ്ങിയ മാർച്ച് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. കൊച്ചിയിലെ കോർപ്പറേഷൻ ഗൂഢതന്ത്രം മെനയുന്നേ. തുടർന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് NH അൻവറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്തടിസ്ഥാനത്തിലാണ് ഈ കോർപ്പറേഷൻ ഈ വിനോദ നികുതി ഇതിന് മേൽ അടിച്ചേൽപ്പിച്ചത് എനിക്ക് മനസ്സിലാകുന്നു. 17 നിന്ന് 300 രൂപയിലേക്ക് ഏതാണ്ട് ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളാണ്. സാധാരണഗതിയിൽ നമ്മുടെ ഈ കേബിൾ TV സംവിധാനം നാട്ടിലെ സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ മറ്റ് പത്ര ദൃശ്യമാധ്യമങ്ങളെക്കാൾ ഒരു വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇതിനിടയിൽ കോർപ്പറേഷൻ ഓഫീസിലെത്തിയ കൊച്ചി മേയർ സൗമിനി ജെയിന്റെ കാർ പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് പോലീസ് ഇടപെട്ട് വാഹനം ഓഫീസിലേക്ക് കടത്തിവിടുകയായിരുന്നു. കേബിൾ TV ഉപഭോക്താക്കൾക്കുമേൽ വിനോദ നികുതി ഏർപ്പെടുത്തിയത് മനുഷ്യത്വരഹിതമാണെന്നും ഇതിനാവശ്യമായ എന്തു സഹായവും BJP നൽകുമെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി AN രാധാകൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗത്തിനിടെ അറിയിച്ചു. പ്രാദേശികമായ ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങൾ ഒപ്പിയെടുത്ത് അത് പൊതുസമൂഹത്തിന്റെ മുമ്പാകെ കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു ജനാധിപത്യ ദൗത്യം നിർവഹിക്കുന്ന ഈ വിഭാഗം അത് മറ്റുള്ള എല്ലാവരേക്കാൾ വ്യത്യസ്തമാണ്. വലിയ കോർപ്പറേറ്റുകളോ വലിയ സംവിധാനങ്ങളോ ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ സാധാരണക്കാരുമായി അടുത്തിടപഴകി ജനങ്ങളുടെ ജീവൻ പ്രശ്നങ്ങളെ, പ്രത്യേകിച്ച് കുടിവെള്ളം ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ സാമാന്യ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിൽ സ്വീകാര്യതയോടെ കൊണ്ടുവരുന്ന ഈ സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഈ വിനോദ നികുതി, അതുപോലെ തന്നെ ഇപ്പോൾ 17 നിന്ന് 300 രൂപയിലേക്ക് പോസ്റ്റ് അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങേയറ്റം നിർഭാഗ്യകരമായ നിലപാടുകളാണ്. ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്ന ആളുകൾ, ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളായ ഈ തരത്തിലുള്ള ചെറുകിട മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കേബിൾ TV നെറ്റ്വർക്ക് സംവിധാനങ്ങൾ, കേരളം പോലുള്ളൊരു സാക്ഷര കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ ഈ സംവിധാനത്തെ മുക്കിക്കൊല്ലാനുള്ള ഈ ശ്രമം അപകടകരമാണ്. തീർച്ചയായും നിങ്ങളുടെ ഈ സമരം, ഈ ജനാധിപത്യപരമായ സമരം, ഈ സമരം നിങ്ങൾ ഒറ്റയ്ക്കല്ല. കേരളത്തിലെല്ലാ ജനാധിപത്യ വിശ്വാസികളും നിങ്ങളോടൊപ്പമുണ്ട്. തീർച്ചയായും ഈ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാവിധത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചിതറ സർവീസ് സഹകരണ ബാങ്ക് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ചൂടുറപ്പിക്കുന്നു. ബാങ്കിന്റെ ലാഭവിഹിതത്തിൽ നിന്നും ഒരു തുകയും ഇതിനായി മാറ്റിവെച്ചിട്ടുണ്ട്. അഭയം എന്ന പേരിലാണ് ചികിത്സാ ധനസഹായ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ബാങ്കിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ക്യാൻസർ, ഡയാലിസിസ് ചികിത്സ വേണ്ടിവരുന്ന രോഗികളെ സഹായിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ബാങ്കിന്റെ ലാഭവിഹിതത്തിൽ നിന്നും ഒരു തുക ഇതിനായി മാറ്റിവെച്ചു. ഇതിനായി പുതിയ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് കരകുളം ബാബു നിർവഹിച്ചു. ഞങ്ങൾ ആലോചിച്ചപ്പോ
ബാങ്കുകളിൽ നടപ്പാക്കുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ ഞങ്ങൾ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അസുഖങ്ങളാൽ തീരാദുരിതം അനുഭവിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ ഒന്നും പറയാൻ കഴിയാതെ വിഷമിച്ചു നിന്ന പല സന്ദർഭങ്ങളും പൊതുപ്രവർത്തകരായ ഞങ്ങളെ സംബന്ധിച്ചുണ്ട്. ഉള്ള കിടപ്പാടവും എല്ലാം വെച്ച് ജീവിതമാകെ ദുരിതപൂർണമാക്കി മറ്റൊരു ഗതിയുമില്ലാതെ വിഷമിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങൾ. സാധാരണ നമുക്കെല്ലാം ഒരു ആശ്വാസ വചനം നൽകാൻ മാത്രമേ ഈ പല സന്ദർഭങ്ങളിലും കഴിയുന്നു. പൊതുപ്രവർത്തകരായ ഞങ്ങളുടെ എല്ലാം മുമ്പിൽ ഹൃദയഭേദകമായ ഒട്ടേറെ സന്ദർഭങ്ങളും രംഗങ്ങളുമാണ് ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. വൈസ് പ്രസിഡന്റ് കണ്ണൻകോട് സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ചിതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത കൈലാസ്, PR പുഷ്കരൻ, K സുകുമാരപിള്ള, A ഹംസ, J ബിജു, കലേപുരം സൈഫുദ്ദീൻ, കോട്ടപ്പുറം ശശി, P ഷീജ, KB ശബരിനാഥ്, J നജീബത്ത്, B ഗോപകുമാർ, A ലത്തീഫ്, ബാങ്ക് സെക്രട്ടറി D ഇന്ദിരാദേവി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ക്ലബ്ബുകൾക്കുള്ള പ്രോത്സാഹന സമ്മാനങ്ങളും കുടുംബശ്രീ വായ്പാ വിതരണവും നടത്തി. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി പൊട്ടിക്കുവാനുള്ള ദേവസ്വം ബോർഡിന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ സമരവുമായി രംഗത്തെത്തിയത്. ക്ഷേത്രത്തിലെ വലിയമ്പലം, ചുറ്റമ്പലം, ബലിക്കൽപുര എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് കാണിക്കവഞ്ചി പൊട്ടിക്കുവാനുള്ള ദേവസ്വം ബോർഡിന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞത്. എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വാർഡ് മെമ്പർ V നന്ദകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പുനലൂർ ദേവസ്വം ബോർഡ് കമ്മീഷണർ നിത്യജിത്തിനെ വഞ്ചി പൊട്ടിക്കുന്നതിൽ നിന്നും തടഞ്ഞത്. എന്ന് പണികൾ പൂർത്തിയാക്കുമെന്ന് രേഖാമൂലം വ്യക്തമാക്കിയാൽ മാത്രമേ നടവരവ് കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂവെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. പുനലൂർ ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം. എന്നാൽ അർഹിക്കുന്ന പരിഗണന ഉദ്യോഗസ്ഥർ ഈ ക്ഷേത്രത്തോട് കാണിക്കുന്നില്ല എന്നും തികഞ്ഞ അവഗണനയാണ് ക്ഷേത്രത്തോട് കാണിക്കുന്നതെന്നും പരാതികൾ ഉയരുന്നുണ്ട്. ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പൊതുജനവിഹിതം കണ്ടെത്തുന്നതിനായി ഇപ്രാവശ്യം ക്ഷേത്ര ഉത്സവത്തിന്റെ ഊരുചുറ്റു ഘോഷയാത്ര അടക്കമുള്ളവ ഒഴിവാക്കിയിരുന്നു. ചുറ്റുമതിൽ പൊളിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും തൂണുകൾ നിർമ്മിക്കുവാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ക്ഷേത്രോപദേശക സമിതി നൽകുവാനുള്ള വിഹിതം നൽകാത്തതാണ് പണികൾ തടസ്സപ്പെടുവാനുള്ള കാരണമെന്ന് കോൺട്രാക്ടർ ബിന്ദുലാൽ അറിയിച്ചു. ഭക്തരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് അഞ്ചൽ SI വിജയകുമാർ, ദേവസ്വം ഉദ്യോഗസ്ഥർ, ദേവസ്വം കോൺട്രാക്ടർ ബിന്ദുലാൽ എന്നിവർ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തി. ഉപദേശക സമിതിയുടെ വിഹിതം എത്രയും പെട്ടെന്ന് ലഭ്യമാക്കാമെന്നും അടുത്ത തിങ്കളാഴ്ചയോടുകൂടി പണികൾ പുനരാരംഭിക്കാമെന്നും ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. വലിയ അമ്പലവും ബലിക്കൽപുരകളും കൂടെ 31,25,000 രൂപയ്ക്കാണ് ടെൻഡർ വന്നിരിക്കുന്നത്. കമ്മിറ്റിയുടെ ചുമതലയിൽ കമ്മിറ്റി നോമിനിയായിട്ടിരിക്കുന്ന ബിന്ദുലാലാണ് ഇതിന്റെ കോൺട്രാക്ടർ. ദേവസ്വം ബോർഡിലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും അദ്ദേഹം സമ്മതിച്ചു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അവിടെ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ബിന്ദുലാലിനെ കോൺട്രാക്ടറെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ വർക്ക് നടത്തപ്പെടുന്നത്. അതിലിപ്പോൾ ഇത്രയും പണി നടത്തിയിട്ടുണ്ട്. പക്ഷേ 2012 എസ്റ്റിമേറ്റിലെ പണി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്നാണ് കോൺട്രാക്ടർ പറയുന്നത്. അങ്ങനെ ദേവസ്വത്തിലൊരു ഉത്തരവുണ്ട്. അതനുസരിച്ച് അതിൽ കൂടുതൽ തുക ആവശ്യമാണെങ്കിൽ ആ തുകയ്ക്കുള്ള രസീതുകൾ സീൽ ചെയ്ത് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്ഷേത്രോത്സവ സമിതി കത്ത് കൊടുത്തിട്ടുണ്ട് ദേവസ്വം ബോർഡ്. പക്ഷെ അതിനെ സംബന്ധിച്ചുള്ള തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. വലിയ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം 41,05,000 രൂപയാണ് അതിന്റെ കോൺട്രാക്ട്. അതിന്റെ തുകയും വർദ്ധിപ്പിച്ചു കിട്ടണമെന്നും പറഞ്ഞുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ നടക്കുന്ന മരാമത്ത് പണികളുടെ എല്ലാം പൂർത്തീകരണത്തിന് ആവശ്യമായ തുക കണ്ടെത്തുന്നതിന് വേണ്ടി ദേവസ്വത്തിൽ നിന്നുള്ള സഹായം ലഭിക്കുന്നത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തുകൾ യഥാസമയങ്ങളിൽ തന്നെ ദേവസ്വം ബോർഡിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നും തീരുമാനങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ ഭക്തജനങ്ങളിൽ നിന്ന് ഈ ഫണ്ട് സ്വരൂപിച്ച് കോൺട്രാക്ട് കൊടുക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഈ വർക്ക് മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ നിരാഹാരം അടക്കമുള്ള പ്രതിഷേധ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് വാർഡ് മെമ്പർ നന്ദകുമാർ അറിയിച്ചു. എല്ലാ നാട്ടിൽ നിന്നും വരുന്ന ഭക്തരാണ് ഇവിടെ ഉള്ളത്. ആ ഒരു പേര് നിലനിർത്താൻ വേണ്ടി ഈ അമ്പലത്തിന്റെ പണി പുനരുദ്ധരിക്കാൻ വേണ്ടി ഇന്ന് ഈ പണി തീരുമെന്നുള്ള തീരുമാനം ആവുന്നവരെ മെമ്പർ എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ഭക്തരുടെ കൂട്ടായ്മയോട് ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നിരാഹാര സത്യാഗ്രഹം തന്നെ കിടക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിന് എല്ലാ ഭക്തരുടെയും എല്ലാ വിശ്വാസികളുടെയും ഒരു പിന്തുണ ഉണ്ടാവണമെന്ന് മാത്രം പറയുന്നു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. മാതൃഭൂമി ദിനപത്രത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശം വന്നതിൽ പ്രതിഷേധിച്ച് പുനലൂരിൽ മുസ്ലിം ഐക്യവേദിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി സമരക്കാർ പത്രവും കത്തിച്ചു.
ITV ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിലെത്തിയപ്പോൾ പ്രവർത്തകർ മാതൃഭൂമി ദിനപത്രം കത്തിച്ചു പ്രതിഷേധിക്കുകയായിരുന്നു. കോഴിക്കോട് നിവാസികൾക്ക് മാത്രമല്ല ആഗോള മുസൽമാന്റെ നെഞ്ചിലെ തോരയായ കരളിന്റെ കാതലായ അഷ്റഫുൽ മഖ്ലൂഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ടി കളിക്കുന്നവന് ചരിത്രം മാപ്പ് തരില്ല ഒരിക്കലും എന്ന് അതുപോലെ 16 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടുത്തെ അനുചരവൃത്തങ്ങൾ നെഞ്ചോട് ചേർത്തൊരു ശബ്ദം ഇതാ ഞങ്ങൾ നിർത്തുന്നു. പറയുന്ന മുസ്ലിമേ ഫിദാക്ക. മേഖലയിലെ വിവിധ മഹലുകളിൽ നിന്നും നൂറുകണക്കിന് വിശ്വാസികൾ പ്രകടനത്തിൽ പങ്കെടുത്തു. മഹലു ഭാരവാഹികൾ, ഇമാമുമാർ, വിവിധ മുസ്ലിം സംഘടനാ പ്രവർത്തകർ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. Situated in the lap of Tenmala, India's first planned ecotourism destination, the school follows CBSE curriculum. Its prime importance is inculcating discipline and self-confidence among students with a view to emerge as global leaders. Most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library. A wide green campus with architectural designed building. With the help of smart class, students learn by watching visual and animation. Pushpagreel Happy Kids is a home away from home. In Pushpagreel Happy Kids, children play, learn and grow together. It is the first and only CBSE affiliated school in Tenmala and Aringao Panchayat. Bus facilities are available in a radius of 25 kilometers. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്ത് 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ, അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം. GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. എല്ലാ കഷായങ്ങളുടെയും ക്യാപ്സ്യൂളുകൾ ലഭ്യമാണ്. ഔഷധ നിർമ്മാണ രംഗത്ത് കിഴക്കൻ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനം SMV Herbal Remedies Private Limited, കുന്നിക്കോട്. ഫോൺ 0475232533. എത്ര തിളക്കമായിരുന്നു ആ ദിവസം. വിണ്ണിലെ നക്ഷത്രങ്ങളെ പോലെ ഒരു ദിവസം ഓർക്കുന്നുണ്ടോ? പറയാതെ ഞാൻ കാത്തിരുന്ന ദിവസം. മറക്കാൻ കഴിയുന്നതല്ല നീ എന്റേതായ നിമിഷം. പരിശുദ്ധമായ സ്വർണം ഓർമ്മകൾക്ക് കൂടുതൽ തിളക്കമേകുന്നു. പവിത്രം ജുവലേഴ്സ്, മാർക്കറ്റ് റോഡ്, പുനലൂർ. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. സോഡിയാക് സിൽക്സ്, ഓപ്പോസിറ്റ് ടൗൺ ജുമാ മസ്ജിദ്, പത്തനാപുരം. സോഡിയാക്കിൽ വൻ ഡിസ്കൗണ്ട് മേള. സോഡിയാക്കിന്റെ
ഒന്നാമത് വാർഷികം പ്രമാണിച്ച് ക്ലിയറൻസ് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും 50% ഡിസ്കൗണ്ട്. കുറച്ചു പണവുമായി വരൂ, കൂടുതൽ വസ്ത്രങ്ങൾ സ്വന്തമാക്കൂ, കൂടാതെ മറ്റനേകം സമ്മാനങ്ങളും. ഈ അവസരം ഏതാനും ദിവസങ്ങൾ മാത്രം. പത്തനാപുരം സോഡിയാക്കിൽ വൻ ഡിസ്കൗണ്ട് മേള. ഈ ശുഭവേളയിലേക്ക് ഏവർക്കും സ്വാഗതം. സോഡിയാക് സിൽക്സ്, ഓപ്പോസിറ്റ് ടൗൺ ജുമാ മസ്ജിദ്, പത്തനാപുരം. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. നേത്രചികിത്സാ രംഗത്ത് 7 വർഷത്തെ സേവന പാരമ്പര്യവുമായി പുനലൂർ പട്ടണത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഭാരത് കണ്ണാശുപത്രി ഇപ്പോൾ അത്യാധുനിക സൗകര്യങ്ങളും നേത്ര വിദഗ്ധരുടെ പരിചരണവും സേവനങ്ങളും കൂടുതൽ സമയവും ലഭ്യമാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോണ്ടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിൽ എതിർവശം, പുനലൂർ. ഫോൺ 8891949693, 9496949693, 9447772610, തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. Kamal Engineering College, established in 2002, is a leading self-financing private co-educational institution under the Kamal Educational Trust, owned and managed by the Believers Church. An ISO 9001:2008 certified Christian minority institution approved by AICTE and affiliated to Mahatma Gandhi University. The engineering courses offered here: civil engineering, computer science and engineering, electrical and electronics engineering, electronics and communication engineering, information technology, mechanical engineering, BTech regulations, BTech syllabus. MTech courses offered here: MTech in communication engineering, MTech in computer science and engineering. Department of Management Studies offers the MPA program shall be spread over 2 years duration with 4 semesters. The course is affiliated to Mahatma Gandhi University, Kottayam, Kerala. ഹോളി മാസ് സെൻട്രൽ സ്കൂൾ, ഇടമൺ. വിദ്യാഭ്യാസത്തിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കമ്പ്യൂട്ടർ ടീച്ചിംഗ്, മികച്ച സൂപ്പർവിഷൻ ആൻഡ് ഗൈഡൻസ്, അഫോർഡബിൾ ഫീസ്, ഫ്രീ ആൻഡ് സ്പെഷ്യൽ ട്യൂഷൻ ഫോർ ദ ബാക്ക്വേർഡ്. എല്ലാ റൂട്ടിലേക്കും സ്കൂൾ ബസ് സൗകര്യവും പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകരുടെ അധ്യാപനം. പുതിയ കരിക്കുലം അനുസരിച്ച് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നിവ അനായാസം കൈകാര്യം ചെയ്യുവാനുള്ള ലാംഗ്വേജ് ലാബ്. കുട്ടികളെ ഓൾറൗണ്ടേഴ്സ് ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആർട്സ് ആൻഡ് സ്പോർട്സ്, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ്, സ്മാർട്ട് ക്ലാസ് എന്നിവ ഞങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കായി ഉറപ്പു നൽകുന്നു. Classes started for LKG to all classes. Come in to learn. Go out to serve. Holy Mass Central School, Idaman.
ഫോൺ 0475 2336051 94472 47563. പുനലൂർ ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി. ആയിരങ്ങളാണ് ദേവീസന്നിധിയിൽ പൊങ്കാല അർപ്പിച്ചത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി പൊങ്കാല ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ക്ഷേത്രം മേൽശാന്തി എസ് വിഷ്ണു പോറ്റി ഫണ്ടാര അടുപ്പിൽ തീ പകർന്നതോടെയാണ് പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചത്.
നാഗേഷ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പൊങ്കാല നിവേദ്യ ചടങ്ങുകളും നടന്നു. കിഴക്കൻ മേഖലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പിക്കാൻ എത്തിയത്. പൊങ്കാല അർപ്പിക്കാൻ ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളും നടത്തിയിരുന്നു. പൊങ്കാല സമർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളായ ഡോക്ടർ ജെ സീതാരാമൻ, അഡ്വക്കേറ്റ് ജി സി കണ്ണൻ, പ്രേം കമലാസനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കിഴക്കൻ മലയോര മേഖലയായ കുളത്തൂപ്പുഴ കേന്ദ്രമാക്കി ഫയർഫോഴ്സ് യൂണിറ്റ് വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. തീപിടുത്തമുണ്ടായാൽ സഹായമെത്താൻ വൈകുന്നത് വൻ നാശനഷ്ടങ്ങൾക്കിടയാക്കുന്നു. വനമേഖലയും എണ്ണപ്പനത്തോട്ടവും കൂടുതലുള്ള പ്രദേശമായതിനാൽ തീപിടുത്തം നിത്യസംഭവമാവുകയാണ്. കൊടും വേനൽ ചൂടിൽ കാട് കത്തിയമർന്നു കഴിഞ്ഞാലും ഫയർഫോഴ്സിന് എത്തിച്ചേരാൻ കഴിയാറില്ല. കടയ്ക്കൽ, പുനലൂർ യൂണിറ്റുകളിൽ നിന്നും ഇവിടെ എത്താൻ അരമണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും. കുളത്തൂപ്പുഴ കണ്ടൻചിറ എണ്ണപ്പനത്തോട്ടത്തിൽ തീപിടുത്തം പതിവായിരിക്കുകയാണ്. ഇവിടെ ഫയർഫോഴ്സ് എത്തണമെങ്കിൽ 3/4 മണിക്കൂർ യാത്ര ചെയ്യണം. അപകടങ്ങൾ നടന്നാൽ പോലും സഹായമെത്താൻ വൈകുന്നു. കുളത്തൂപ്പുഴ കേന്ദ്രമാക്കി ഒരു ഓഫീസ് തുറന്നാൽ പ്രശ്നങ്ങൾക്ക് വലിയൊരു ആശ്വാസമാകും. കുളത്തൂപ്പുഴ 16 ഏക്കറിൽ ഉപയോഗശൂന്യമായ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ യൂണിറ്റ് ആരംഭിക്കാൻ സ്ഥലമുണ്ട്. ഇതിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. പുനലൂർ TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 20ാമത് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന വാർഷികാഘോഷ പരിപാടികൾ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ആനയെ പിടിക്കണമെങ്കിലും കടുവയെ പിടിക്കണമെങ്കിലും പരുന്തിനെ പിടിക്കണമെങ്കിലും മനുഷ്യന് ഇവരെക്കാളെല്ലാം ഒരു കാര്യം കൂടുതലുണ്ട്. അതെന്തോന്നാണ്? എന്തുവാ? ബുദ്ധി. ഇല്ലയോ? ശരീരം വളരുന്നതിന് വേണ്ടി നമ്മൾ ആഹാരം കഴിക്കും. അതേപോലെ ബുദ്ധി വളരുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം, വായിക്കണം, പിന്നെന്ത് ചെയ്യണം? ചിന്തിക്കണം. അല്ലേ? അപ്പൊ എല്ലാവരും ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് നമ്മള് എങ്ങനെയുള്ള ആളുകളാവും? കുറച്ചുകൂടെ വലുതാവുമ്പോൾ വലിയ മനുഷ്യരാവും. അല്ലേ? കുഞ്ഞുങ്ങളുടെ നമുക്കറിയാം, നമ്മുടെ ഒരു കുഞ്ഞിന്റെ സ്വഭാവം രൂപപ്പെട്ടു വരുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാലയളവാണ് അവരുടെ ഈ LKG UKG കാലയളവ്. ഞാൻ ഈ അടുത്ത കാലത്ത് സ്കൂളിൽ ചെന്നപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു യോഗം ഞാൻ കണ്ടു. അതെന്ന് പറഞ്ഞാൽ സാധാരണ പേരൻസ് മീറ്റ് അല്ലയോ നടത്തുന്നത്. ആ സ്കൂളിൽ അപ്പൂപ്പനെയും അമ്മൂമ്മയും കൂടെ കൂട്ടി കുട്ടികൾ വരണം എന്നാണ്. ഞാൻ നോക്കിയപ്പോൾ വളരെ ഭാഗ്യമുള്ള കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പൂപ്പനും അമ്മൂമ്മയും അച്ഛനും അമ്മയുമായി കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, കുഞ്ഞുങ്ങൾക്ക് ഒരു സ്നേഹവും ദയയും കരുണയും ഒക്കെ അവരുടെ മനസ്സിൽ ഊർന്നിറങ്ങത്തക്ക നിലയിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണം.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന പുനലൂർ TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 20ാമത് വാർഷികാഘോഷ പരിപാടികളാണ് വെള്ളിയാഴ്ച സ്കൂളങ്കണത്തിൽ സംഘടിപ്പിച്ചത്. ഉദ്ഘാടന യോഗത്തിൽ രക്ഷകർത്താ പ്രതിനിധി സാറാമ പോൾ അധ്യക്ഷയായി. സ്കൂൾ ലീഡർ അശ്വിനാർ നായർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് സുജാ ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് മലയാള വിഭാഗം മുൻ മേധാവി പ്രൊഫസർ സാം പനംകുന്നിൽ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് താലൂക്ക് സമാജം മാനേജർ N മഹേശൻ, പ്രസിഡന്റ് NP ജോൺ, പുനലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ CK മനോജ് എന്നിവർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വാർഡ് കൌൺസിലർ സബീന സുധീർ, സ്റ്റാഫ് റെപ്രസെന്റേറ്റീവ് മായ രാജേന്ദ്രൻ, സ്റ്റുഡന്റ്സ് റെപ്രസെന്റേറ്റീവ് കൃഷ്ണേന്ദു, നഗരസഭാ കൌൺസിലർ സഞ്ജു ബുക്കാരി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം കല്ലുംകടവിൽ കംഫർട്ട് സ്റ്റേഷൻ നിർമ്മാണം പൂർത്തിയായെങ്കിലും പൊതുജനങ്ങൾക്കായി ഇനിയും തുറന്നു നൽകിയിട്ടില്ല. രാത്രികാലങ്ങളിൽ ഇവിടെ മദ്യപാന്മാരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഇവിടെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ മദ്യപാനം ഉൾപ്പെടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ശബരിമല സീസണിൽ നിർമ്മാണം പൂർത്തിയാക്കി പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുമെന്നായിരുന്നു അധികൃതരുടെ ഉറപ്പ്. ശബരിമല സീസൺ കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും കംഫർട്ട് സ്റ്റേഷൻ തുറന്നു കൊടുക്കാനായിട്ടില്ല. പത്തനാപുരം കല്ലുംകടവിൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പഞ്ചായത്ത് വക സ്ഥലത്താണ് കംഫർട്ട് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. പത്തനാപുരം KSRTC ഡിപ്പോയിലും കംഫർട്ട് സ്റ്റേഷൻ ഇല്ലാത്ത സ്ഥിതിയാണ്. KSRTC ഡിപ്പോയിൽ കംഫർട്ട് സ്റ്റേഷനായി പുതുതായി നിർമ്മാണം ആരംഭിച്ചെങ്കിലും വ്യാപാരി വ്യവസായികളുടെ എതിർപ്പിനെ തുടർന്ന് നിർമ്മാണം നിർത്തിവച്ചിരിക്കുകയാണ്. പത്തനാപുരം മാർക്കറ്റിനുള്ളിൽ മാത്രമാണ് ഇപ്പോൾ കംഫർട്ട് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത്. പ്രാഥമിക ആവശ്യത്തിനായി പൊതുജനങ്ങൾ നെട്ടോട്ടം ഓടുമ്പോഴാണ് നിർമ്മാണം പൂർത്തിയാക്കിയ കംഫർട്ട് സ്റ്റേഷൻ തുറന്നു കൊടുക്കാൻ അധികാരികൾ തയ്യാറാകാത്തത്. കല്ലിങ്കടവിൽ KN ബാലഗോപാൽ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 36 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച സാംസ്കാരിക നിലയം ഉദ്ഘാടനം നടത്തിയെങ്കിലും പൊതുജനങ്ങൾക്ക് പ്രയോജനമില്ലാത്ത അവസ്ഥയിലാണ്. ആവശ്യമായ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊച്ചിൻ കോർപ്പറേഷൻ ഓഫീസിലേക്ക് COA മാർച്ച്. പ്രതിഷേധം വിനോദ നികുതി ചുമത്തിയതിനെതിരെ. അഞ്ചൽ അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി പൊട്ടിക്കുവാനുള്ള ദേവസ്വം ബോർഡിന്റെ ശ്രമം നാട്ടുകാർ തടഞ്ഞു. ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിൽ പ്രതിഷേധം. കുളത്തൂപ്പുഴയിൽ ഫയർഫോഴ്സ് യൂണിറ്റ് വേണമെന്ന ആവശ്യം ശക്തം. ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
ക്രൈം വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ